ഒന്നിച്ച് പിടിക്കാൻ വേണ്ടി തന്നെ വന്നത്. വിടാൻ പറയല്ലേ ഞാൻ. അയ്യോ വിട്. അയ്യോ ദേ പോയി. അമ്മേ ഉദയനോട് നമ്മളിനി എന്ത് പറയും? മോളിക്കുട്ടി നിങ്ങളെന്താ വരാൻ താമസിച്ചത്? എന്ത് പറ്റൂ ചേട്ടാ? അവര് പോയോ? ഞാൻ അങ്ങനെ വിടുവോ? സുമിത്രേ, നവീൻ എപ്പോ വരും? നവീൻ ഇപ്പൊ തന്നെ എത്തും. അവൻ തിരിച്ചിട്ടുണ്ട്. ആ എന്നാ കുറെ കാലമായിട്ട് നിങ്ങൾ കാണാൻ കാത്തിരുന്ന കാഴ്ചകൾ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അല്ല, സിത്താര അപകടത്തിൽപ്പെട്ട് കിടക്കുന്നതാണോ കാണാനായി കാത്തിരുന്ന കാഴ്ച? സിതാര ഹോസ്പിറ്റലായത് അവിടെ നിൽക്കട്ടെ. ഇപ്പോ ഇവിടെ ഈ ഹോസ്പിറ്റലിലെ 2 ഗാഥമാരുണ്ട്. എങ്ങനെ 2 ഗാഥമാരുണ്ട്? ഇത്രയും കാലവും മാറിയും മറിഞ്ഞും നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരുന്ന 2 ഗാഥമാരും ഒന്നിച്ചിപ്പോ ഈ ഹോസ്പിറ്റലുണ്ട്. ഷോ, ഈ ഭ്രാന്തിന് ഇതുവരെ ഒരു ശമനം കിട്ടിയില്ലേ? എന്താ ഉദയത്? ഒന്നടങ്ങ് സുമിത്രേ. നമുക്കെന്തായാലും ആദ്യ സിത്താരെ ഒന്ന് പോയി കാണാം. എന്നിട്ട് കൂട്ടത്തില് 2 ഗാഥമാരെയും കൂടി കണ്ടങ്ങ് ബോധിച്ചാ മതിയല്ലോ. എനിക്ക് താല്പര്യമില്ല നിങ്ങളുടെ ഈ സംസാരം കേൾക്കാൻ. അമ്മായി വെറുതെ വിഷമിക്കൊന്നും വേണ്ട. ഞങ്ങൾ 2നെ പിടിച്ച് ഇപ്പൊ തന്നെ മുമ്പിൽ നിർത്തി തരാം. അപ്പോഴെങ്കിലും ഒന്ന് വിശ്വസിച്ചാ മതി. ഉദയ, സിത്താര എവിടെയാ കിടക്കുന്നത്? വാ വാ വാ, എന്റെ കൂടെ വാ. സിത്താരെ മാത്രമല്ല, കാണാനുള്ള എല്ലാ കാഴ്ചകളും നല്ലോണം ഞാൻ കാണിച്ചു തരാം. വാ വാ വാ, എന്റെ കൂടെ വാ. വാ. മോളെ ഇറങ്ങുന്നില്ലേ? അത് അകത്ത് അമ്മ ഈ അവസ്ഥയിൽ കിടക്കുമ്പോ നമ്മൾ പോകുന്നത് ശരിയാണോ? എനിക്കെന്തോ. ഏയ്, കുഴപ്പമൊന്നുമില്ലാന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ. മാത്രമല്ല ഇപ്പോ കൂടെ ആളുണ്ടല്ലോ. പിന്നെ നീ ഇവിടെ നിന്ന 2 പ്രശ്നമുണ്ട്. ഒന്ന് ഗാഥയുടെ ഭരണം, പിന്നെ ആ ഉദയന്റെ ശല്യം. വേണ്ട മോളെ, നമുക്ക് പോകാം. നീയും ഗാഥയും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒരിക്കലും ശരിയാവില്ലേ. വാ, നമുക്ക് പോകാം. കൃഷ്ണേ, അമ്മ പെട്ടെന്ന് പോ. കൃഷ്ണ, വാ വാ അമ്മേ. വാ വാ വാ, എല്ലാരും വാ, എല്ലാരും വാ. വാ 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 വാ. സുമിത്രേ, സുമിത്രേ, ദാ ഈ നിൽക്കുന്ന ഗാഥ കണ്ട കണ്ട. മോളെ, മമ്മിക്ക് എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ശരിക്കുള്ള കുഴപ്പം ഇനി ഉണ്ടാവാൻ പോകുന്നേ ഉള്ളൂ. നിർമ്മലേ, കീർത്തി, പിടിച്ചോ പിടിച്ചോ, എവിടെ പിടിച്ചോ. അയ്യോ നിന്നെ എന്തേ കാണിക്കുന്നേ? 2ാമത്തെ ഗാഥ സിതാരയുടെ അടുത്ത് ഈ റൂമിലുണ്ട്. ഉദയട്ടിനെ കൂടെ ചെല്ലു സുമിത്രേ. അടുത്ത ഗാഥ കാണണ്ടേ? ചെല്ല്. ഉദയ, ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇവിടെ വന്നത് സിത്താരെ കാണാനാ. അത് കാണാൻ പോലും സമ്മതിക്കാതെ അടുത്ത പരീക്ഷണവും കൊണ്ടാ നിങ്ങൾ വന്നിരിക്കുന്നത്. വിട്. ഉദയം പറയുന്നത് പോലെ മറ്റൊരാളെ കാണിച്ചു തരാനായില്ലെങ്കിലേ. എന്നാലേ ഞാനും നിർമ്മലയും കീർത്തിയും ഈ ആശുപത്രിയുടെ മോളയിൽ നിന്ന് ചാടി ചാവും. മതിയാ? എങ്കി വാ. പിന്നെ എവിടെ എങ്ങും പോകാതെ പിടിച്ചു നിർത്തിക്കൊള്ളേ, വിട്ടുകളയരുതേ. അടുത്ത കഥ നോക്ക് നോക്ക് നോക്ക്. എവിടെ? ഞാനിപ്പം അവളെ കണ്ടതല്ലേ ഉള്ളൂ. വാ വാ, നമുക്ക് തപ്പിയെടുക്കാം. വാ വാ.
ഇറങ്ങി നിൽക്കും. പറ ഗാഥ എവിടെ? ഇവിടെ ഉണ്ടായിരുന്ന ഗാഥ എവിടെ? പറ. പെട്ടെന്ന് പറഞ്ഞു വിടും. പറഞ്ഞിട്ട് പോ. പറ. ഗാഥ മേഡം അല്ലേ നിൽക്കുന്നത്? ഈ ഗാഥയെ കുറിച്ച് അല്ല പറയേണ്ടത്. അകത്ത് നമ്മൾ കണ്ട ഗാഥ അത് പറ. വേറെ ഏത് ഗാഥ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? മട്ടാക്കല്ലേ. അവരങ്ങനെ ഓരോ ഭ്രാന്ത് പറഞ്ഞുകൊണ്ടിരിക്കും. സിത്താര എവിടെ? വരൂ, കാണിച്ചു തരാം. മാറങ്ങോട്ട്. അതെ, ജീവൻ പോയാലും എവിടെ ഞാൻ അകത്ത് പോയി നോക്കിട്ട് വരാം. അയ്യോ, ഡി, നീ എങ്ങോട്ടാടി? നീ ഇവിടെ നിന്നാ മതി. അടുത്ത ഗാഥയും കൊണ്ട് ഉദയേട്ടം വരുന്നത് വരെ നീ ഇവിടെ തന്നെ നിക്കണം. ഞങ്ങള് സിത്താര മേഡത്തിന്റെ അസുഖം അന്വേഷിക്കാൻ വേണ്ടി വന്നൊന്നും അല്ല. നിന്നെ അവളെ ഒന്നിച്ച് പിടിക്കാൻ വേണ്ടി തന്നെയാ വന്നത്. വിടാൻ പറയല്ലേ ഞാൻ. അയ്യോ, വിട്. അയ്യോ, ദേ പോയി. അമ്മേ, ഉദയേട്ടനോട് നമ്മളിനി എന്ത് പറയും? മോളിക്കുട്ടി, ഗാഥ, മമ്മിക്കിപ്പോ എങ്ങനെയുണ്ട്? എടോ, മമ്മിക്ക് എങ്ങനെയുണ്ടെന്നാ ചോദിച്ചേ. അത് ഇപ്പം മമ്മിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മ വിളിച്ചു പറഞ്ഞപ്പോ ഞാനൊക്കെ ടെൻഷനിലായി പോയി. താൻ വാ, നമുക്ക് മമ്മിയുടെ അടുത്തേക്ക് പോവാം. അല്ല, അതിപ്പോ നവീൻ ചെന്നോളൂ. ഞാനേ ഡോക്ടർ മരുന്ന് വാങ്ങാൻ പറഞ്ഞിരുന്നു. എടോ, അതൊക്കെ നമുക്ക് വാങ്ങാം. നമുക്ക് ഒന്നിച്ചു വരാം. താൻ വന്നേ. അല്ല, എന്താ ശരിക്കും സംഭവിച്ചേ? താൻ എങ്ങോട്ടേ നോക്കുന്നേ? എന്താ ചോദിച്ചേ? മമ്മിക്ക് സുഖമില്ലാതായതോടെ മൊത്തത്തിൽ പോയോ?